റഷ്യൻ നാവികസേനയുടെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ കരുത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 30 വർഷത്തോളം നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം സമുദ്രത്തിലെ ആ പഴയ വേട്ടക്കാരൻ തിരിച്ചു വരികയാണ്. റഷ്യയുടെ ആയുധപുരയിലെ ഏറ്റവും മാരകമായ ന്യൂക്ലിയർ ഭീമൻ തിരിച്ചു വരുന്നു. വെറും ഒരു കപ്പലല്ല, റഷ്യയുടെ അഭിമാനമാണ്. അഡ്മിറൽ നഖിമോവ്. കോൾഡ് വാർ കാലത്ത് അമേരിക്കൻ കപ്പലുകളെ കടലിൽ മുക്കാൻ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ആ പഴയ മോൺസ്റ്റർ ഇപ്പോൾ കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. 30 വർഷം തുരുമ്പെടുത്ത് കിടന്ന ഒരു ഇരുമ്പ് കൂടാരത്തെ പുടിൻ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധമാക്കി മാറ്റിയത്? അഡ്മിറൽ നഖിമോവ് എന്ന ആണവ കരുത്തുള്ള റഷ്യൻ ബാറ്റിൽ ക്രൂയിസർ കടലിൽ ഇറങ്ങുമ്പോൾ വിറയ്ക്കുന്നത് അമേരിക്കയും നേറ്റോ സഖ്യവുമാണ്. ഇതൊരു സാധാരണ യുദ്ധക്കപ്പലല്ല, മറിച്ച് ഇതൊരു സെയിലിംഗ് ഫോർട്രസ് അഥവാ സഞ്ചരിക്കുന്ന കോട്ടയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് ഇത് ശരിക്കും ഭീഷണിയാണോ? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കപ്പലിന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കാം. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ ഒറ്റയ്ക്ക് നേരിടാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ കീറോവ് ക്ലാസ് ബാറ്റിൽ ക്രൂയിസറുകൾ. പക്ഷേ 90കളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ റഷ്യയുടെ സാമ്പത്തിക നില മോശമായി. പണമില്ലാത്തത് കാരണം ഈ ഭീമൻ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ പറ്റാതെ സെവെറോഡ്വിൻസ്കിലെ കപ്പൽശാലയിൽ ഇത് ഉപേക്ഷിക്കപ്പെട്ടു. എല്ലാവരും കരുതി ഇതൊരു തുരുമ്പിച്ച ചരിത്രമാകുമെന്ന്. പക്ഷേ പുടിൻ വന്ന് കഥ മാറ്റി. കോടിക്കണക്കിന് ഡോളർ മുടക്കി ഇതിനെ റീബിൽഡ് ചെയ്തിരിക്കുകയാണ് റഷ്യ. എന്തുകൊണ്ടാണ് അഡ്മിറൽ നഖിമോവ് ഇത്രയും ഡേഞ്ചറസ് ആകുന്നത്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഇതിലെ ആയുധങ്ങൾ തന്നെ. ഇതിലിപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്നത് ലോകത്തെ ഞെട്ടിച്ച സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ശബ്ദത്തേക്കാൾ 9 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകളെ തടുക്കാൻ നിലവിൽ ലോകത്തെ ഒരു ഡിഫൻസ് സിസ്റ്റത്തിനും കഴിയില്ല. കൂടാതെ കാലിബർ ക്രൂയിസ് മിസൈലുകളും വൻതോതിലുള്ള സർഫസ് ടു എയർ മിസൈലുകളും ഇതിലുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ കപ്പലിന്റെ റേഡാർ പരിധിയിൽപ്പെട്ടാൽ പിന്നെ ശത്രുക്കൾക്ക് രക്ഷയില്ല എന്ന് സാരം. പക്ഷെ എല്ലാം അത്ര സ്മൂത്ത് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ചില ക്രിട്ടിക്കൽ ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ഏറ്റവും വലിയ കപ്പലായ മോസ്ക്വ തകർന്നത് നമ്മൾ കണ്ടതാണ്. വെറും ചെറിയ മിസൈലുകൾ ഉപയോഗിച്ച് വലിയ കപ്പലുകളെ തകർക്കാൻ കഴിയുന്ന ഈ ഒരു കാലത്ത് ഇത്രയും പണം മുടക്കി ഒരു കൂറ്റൻ കപ്പലിനെ ആശ്രയിക്കുന്നത് ബുദ്ധിശൂന്യമാണെന്നാണ് ഒരു വിഭാഗം വിദഗ്ധർ പറയുന്നത്. ഈ കപ്പൽ തകരുകയോ തകരാറിലാവുകയോ ചെയ്താൽ റഷ്യയുടെ സമുദ്രക്കരുത്തിന്റെ വലിയൊരു ശതമാനമാകും ഒറ്റയടിക്ക് ഇല്ലാതാകുന്നത്. അതായത് ഇത് ശരിക്കും ഒരു ചൂതാട്ടം പോലെയാണ്. മറ്റൊന്ന് ഇതിന്റെ മെയിൻ്റനൻസ് ആണ്. ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ കപ്പലിന് ഭീമമായ ചിലവാണ് വരുന്നത്. ഉപരോധങ്ങൾ കാരണം ശ്വാസം മുട്ടുന്ന റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് എത്രത്തോളം താങ്ങാൻ പറ്റും? എങ്കിലും തങ്ങൾ ഇപ്പോഴും ഒരു സൂപ്പർ പവർ ആണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പുടിന് ഇത്തരം പ്രതീകങ്ങൾ അത്യാവശ്യമാണ്. ആർട്ടിക് മേഖലയിലെ ആധിപത്യം ഉറപ്പിക്കാൻ നഖിമോവ് ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ അഡ്മിറൽ നഖിമോവ് വെറും ഒരു യുദ്ധക്കപ്പലല്ല, അത് റഷ്യയുടെ പോയകാല പ്രതാപത്തിന്റെ തിരിച്ചുവരവും വരാനിരിക്കുന്ന പുതിയ ലോകക്രമത്തിന്റെ സൂചനയുമാണ്. സമുദ്രത്തിലെ ഈ ഭീമൻ വരും വർഷങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.